ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പകൽക്കാലം, നല്ലൊരു സഭാരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കിയതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം 32-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. അതിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ഈ സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് പാപക്ഷമ പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ സന്തോഷമാണ്. അകൃത്യത്തിൽ ജീവിച്ച് അതിൻ്റെ അകത്തൂടെ തനിക്ക് ലഭിച്ച കുറ്റബോധം, പാപത്തിൻ്റെ ഭാരം, മാനസിക സംഘർഷം, ഇതിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ. എന്നാൽ അതിൽ നിന്ന് ഒരു പാപമോചനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, അതിൽ നിന്നൊരു ആശ്വാസം ലഭിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ സന്തോഷം, തൻ്റെ മനസ്സിൻ്റെ ആശ്വാസം, ഇതൊക്കെ പ്രകീർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്നതിൻ്റെ തലക്കെട്ടിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാവീദിനെ പോലിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന കർത്താവ് ദൈവം സാക്ഷ്യപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാപത്തിൻ്റെ അനുഭവം കടന്നുപോയി. തൻ്റെ ജീവിതത്തിൽ വലിയ കുറ്റബോധമൊക്കെ വന്ന് 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് പറയുന്നുണ്ട്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപം, തെറ്റുകൾ, കുറ്റം, ഇതുകൊണ്ട് നീറിയ ഒരു അനുഭവമുണ്ട്, സാഹചര്യമുണ്ട്. അതിൻ്റെ മധ്യേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം. എന്നാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, തൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തരുന്നു. അതിനുശേഷം തനിക്ക് അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ മധ്യേ ആ സമാധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാം. ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഒരാൾ ശബ്ദമെടുത്ത് വായിച്ചോട്ടെ. അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. സാധാരണ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ ആരംഭിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ കർത്താവിനെ ഉല്ലസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇൻട്രഡക്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് തൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തനം വായിക്കുമ്പം തുടക്കം തന്നെ തൻ്റെ ആ വിഷയം പറഞ്ഞങ്ങ് തുടങ്ങിയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും. ഈ അകൃത്യത്തിൻ്റെ ഭാരം ഒന്ന് പോയ മനുഷ്യൻ, ഹൃദയത്തിൽ നിന്ന് ആ ഭാരം ഒന്ന് പോയ മനുഷ്യൻ്റെ ആശുമാത്രം എത്ര ഭയങ്കരമാണ്, അല്ലെങ്കിൽ എത്ര വലുതാണ്. തൻ്റെ അനുഭവം പറഞ്ഞിട്ട് അങ്ങോട്ട് ആരംഭിക്കുക. ഒരു പക്ഷേ ആ അനുഭവം മനസ്സിലായ വ്യക്തികൾക്കേ അതിൻ്റെ ആശ്വാസം അങ്ങോട്ട് പിടികിട്ടത്തുള്ളൂ. ആ പാപത്തിൻ്റെ ഭാരത്തിൽ നീറി കഴിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ പാപത്തിൻ്റെ ക്ഷമ അല്ലെങ്കിൽ പാപക്ഷമ അനുഭവിക്കുമ്പോൾ ഉള്ള ഒരു സുഖം, ഒരു സന്തോഷം മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഓർക്കുന്നു, പണ്ട് എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ഒരു ഫാമിലി. ഈ ഫാമിലി വീട്ടിൽ വന്നു, കാഷ്വലായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഈ വന്ന വ്യക്തി എൻ്റെ ഫാദറിനോടാണ് സംസാരിക്കുന്നത്. ചപ്പാത്തി മേക്കറിനെ പറ്റി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അയ്യോ അച്ഛാ, ഇതിൻ്റെ ഭയങ്കര ഉപയോഗമാണ് ഈ സാധനം, ഇതൊന്ന് വാങ്ങിച്ച് നോക്കണം. നമ്മുടെ പകുതി പണിയും കുറയും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇത് നമ്മുടെ സാധാരണ പരത്തുകയാണെങ്കിൽ നമ്മുടെ ആ കിച്ചൺ മുഴുവൻ എടുക്കാം. ഇതാണെങ്കിൽ ഒന്നും വലിയൊരു വിഷയമില്ല, ഏറ്റവും ബെസ്റ്റ് ഷേപ്പിൽ കിട്ടും, നമ്മുടെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇദ്ദേഹം ഒരു സെയിൽസ്മാൻ പറയുന്ന പോലെ അങ്ങ് വിവരിക്കുക. ഒരു അരമണിക്കൂർ എടുത്ത് ഈ ചപ്പാത്തി മേക്കറിൻ്റെ ഗുണങ്ങളും അത് കിട്ടിയപ്പോൾ ഉള്ള തൻ്റെ അനുഭവങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോയി. ഇദ്ദേഹം ഇറങ്ങിയ ഉടനെ എനിക്ക് തോന്നുന്നു എൻ്റെ മൂത്ത ബ്രദറാണെന്ന് തോന്നുന്നു, ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹമാണ് ചപ്പാത്തി ഉടയ്ക്കുന്നത് അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്നത്. അതിൽ നിന്നൊരു മോചനം അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഈ അരമണിക്കൂറായിട്ട് നമ്മൾ കേട്ടോണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുഭവം ഉള്ളവന് അതങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ദാവീദ് പറയുകയാണ്, ആ പാപം, അകൃത്യം, ലംഘനം മോചിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. എത്രമാത്രം ഉണ്ട് ആ സമാധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 3-4 വാക്യം വായിച്ചേ ഒരാളാ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ആമേൻ. അകൃത്യത്തിൽ അല്ലെങ്കിൽ ആ പാപഭാരം, കുറ്റബോധത്തിൽ ജീവിച്ച ദാവീദിൻ്റെ അന്നത്തെ കാലയളവെപ്പറ്റി പറയുകയാണ്. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപം ഞാനങ്ങ് മൂടി വെച്ചപ്പോൾ, നോക്കിയപ്പോൾ ആരും എതിർത്ത് സംസാരിക്കുന്നില്ല, തന്നെ കുറ്റം പറയുന്നില്ല, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകാം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാപം മൂടി വെച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? രാവും പകലും എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി.
ആമീൻ. ആരും മിണ്ടുന്നില്ലെങ്കിലും ആരും പറയുന്നില്ലെങ്കിലും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ട്, ഒരു കുറ്റബോധമുണ്ട്. സഭയിൽ കടന്നു വരുമ്പോൾ ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കാൻ കഴിയുന്നില്ല, സഹോദരങ്ങളോട് ആത്മാർത്ഥമായി സംസാരിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും എവിടെയോ ഒരു കറയുടെ ബോധം ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ ഞരക്കം, ആ ഉള്ളിലെ ഞരക്കം എന്തുമായി തീർന്നു? അത് എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ആമീൻ. മാനസികമായ സംഘർഷം മാത്രമല്ല, അതിൻ്റെ അസ്ഥികൾ എൻ്റെ ശരീരത്തോടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായ തിരുവാണ്. അവിടെ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവേ അങ്ങയുടെ കരം നീട്ടി എന്നെ സൗഖ്യമാക്കണം, അങ്ങയുടെ കരത്തിൻ്റെ സ്പർശനത്താൽ സൗഖ്യം വരട്ടെ, അല്ലെങ്കിൽ കർത്താവെ അങ്ങനെ ഉള്ള കയ്യിൽ എന്നെ വഹിക്കണമേ. കർത്താവിൻ്റെ കരമെന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്, ആശ്വാസമാണ്. എന്നാൽ പാപത്തിൻ്റെ അകത്ത് പാപം ക്രമീകരിക്കാതെ, പാപമോചനം ഏൽക്കാതെ, പാപക്ഷമ ലഭിക്കാത്തൊരു മനുഷ്യന് ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത് അതൊരു ഭാരമാണ്, അതൊരു ഭാരമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഉള്ളിൽ ആ പാപക്ഷമ പ്രാപിച്ചില്ലെങ്കിൽ അവനതൊരു ഭാരമായിട്ട് തീരും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമും ഹവ്വയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കമ്പാനിയൻ ആണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവർക്ക് ഏറ്റവും ആശ്വാസം, ഏറ്റവും സന്തോഷം, ഏറ്റവും ഉന്മേഷം കൊടുക്കുന്നത്. എന്നാൽ പാപം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവർ ഓടി ഒളിക്കട്ടെ. കാരണം ഇപ്പോൾ അതേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു ഭാരമായിട്ട് മാറി. ആമേൻ. ഇവിടെ ദാവീദ് പറയാണ്, മൂടി വെച്ചപ്പോൾ എൻ്റെ ലംഘനം ഞാൻ മൂടി വെച്ചപ്പോൾ. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കാതെ നമ്മുടെ ഉള്ളിലെ ഞരക്കം, നമുക്കറിയാം നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ആമീൻ നേരായ പാതയിലല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഞരക്കം അതെന്നും ഞരയിക്കൊണ്ടിരിക്കും. അത് എന്ന് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നവരെ ആ ഞരക്കം അത് നമ്മളെ ക്ഷയിപ്പിച്ചു കൊണ്ടിരിക്കും. മൂടി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആമീൻ നമ്മുടെ ജീവിതത്തിൽ മാനസികമായും ആത്മീയമായും ആ ഞരക്കം നമ്മളെ തളർത്തിക്കളയും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ കല്യാണത്തിന് ഞാൻ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിൻ്റെ പോവാണ്. കറക്റ്റ് 3 വർഷം മുമ്പ്. 3 വർഷമായിട്ട് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. 3 വർഷം കഴിഞ്ഞാലും നമുക്ക് ഓർമ്മ വേണം, ഡേറ്റും കാര്യങ്ങളും എല്ലാം. ഇപ്പം ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാണുന്നത് എൻ്റെ സൂട്ടിൻ്റെ ഏറ്റവും ടോപ്പ് ബട്ടൺ ഉണ്ടല്ലോ, അത് നൂല് പൊട്ടിയിട്ട് ഒരു സൈഡിലോട്ടൊക്കെ ജരിഞ്ഞം കിടക്കുക. ഞാൻ നോക്കിയപ്പം ഓഡിറ്റോറിയം എത്താൻ ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ. അതല്ല, അടുത്താണ്. ഞാൻ പെട്ടെന്ന് കൈ കൊണ്ടൊന്ന് കുത്തി ശരിയാക്കി ഒരു സൈഡിലോട്ട് നോക്കിയപ്പോൾ അത് മറ്റൊരു സൈഡിലോട്ടൊക്കെ വീണ് പോയി. സമയമില്ല, ഇതിനി പോയി ശരിയാക്കാനുള്ള സമയമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇതെങ്ങനെയും ഞെക്കി എങ്ങനെയും തിരുമ്മി അവിടെ അങ്ങ് വെക്കാം. എത്ര നോക്കിയിട്ട് ഇതുകൊണ്ട് ശരിയാവുന്നില്ല. പൊതുവേ സമയത്തിന് ഒരിടത്ത് ചെല്ലണം പോകണം എന്നൊക്കെ വലിയ താല്പര്യമുള്ള ഞാൻ കല്യാണത്തിന് താമസിച്ച് ചെന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാവും. ഞാൻ കുറേ പ്രാവശ്യമൊക്കെ പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ ശ്രമിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. ഇത് അപ്പോട്ട് ഓരോ വർഷം ഞാൻ ശരിയാക്കാൻ ശ്രമിക്കുന്നതോളം അതിൻ്റെ ആ നൂലൊക്കെ പൊട്ടി പോവുക. ജെറിനൊക്കെ നോക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കും. അപ്പം അവസാനം ഞാൻ വിചാരിച്ചു ഇനി ഇത് ശരിയാവത്തില്ല. കാരണം ഇതും കൊണ്ട് ഇനി ഞാൻ കല്യാണത്തിൽ കയറിക്കഴിഞ്ഞാൽ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കൈയും വെച്ച് ആരും കാണാതെ. അതുകൊണ്ട് ഇതൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് എൻ്റെ സിസ്റ്ററും മമ്മിയൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത്. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും നമുക്ക് ഈ സൂചി നൂലും കിട്ടണം, നിർത്തി ഇതൊന്ന് ശരിയാക്കിയിട്ട് ഇനി പോകാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഫാദർ ഒരു കടയിൽ നിന്ന് ഇതുപോലെ സൂചി നൂലൊക്കെ കിട്ടി. എൻ്റെ സിസ്റ്ററാണെന്ന് തോന്നുന്നു, മമ്മിയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവർ വണ്ടിയുടെ ബാക്കിൽ ഞാൻ കൂട്ടൂരി കൊടുത്തത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് ക്രമീകരിച്ച് കഴിഞ്ഞ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ആത്മവിശ്വാസവും കല്യാണം കഴിക്കാനുള്ള ബലവും എല്ലാം കൂടെ കിട്ടിയത്. അതുവരെ ഞാനിതെന്ത് ചെയ്യും, ഞാൻ പല പോസ്റ്റൊക്കെ ചിന്തിച്ചു ഇത് പൊട്ടിച്ച് കളഞ്ഞാലോ അത് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. പക്ഷേ അത് ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബലം ഇനി മുന്നോട്ട് ഫേസ് ചെയ്യാൻ ഒരു ആവേശവും ഒരു ബലവും കിട്ടി. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, ഞാൻ മൂടി വച്ചപ്പോൾ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കം. നിത്യമായ ഞരക്കം. അത് ക്രമീകരിക്കുന്നവരെ ഒരു സമാധാനമില്ല. എൻ്റെ മജ്ജ പറ്റിപ്പോകുന്ന പോലെ എൻ്റെ ശരീരം തളരുന്നു, എൻ്റെ മനസ്സ് തളരുന്നു, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഞരക്കം. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഏടുകൾ ക്രമീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഹാലല്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എല്ലാവർക്കും ഈ കുറ്റബോധമില്ലല്ലോ, എല്ലാവരോടും പരിശുദ്ധാത്മാവ് ബാധിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ പാത അറിഞ്ഞ് അതിൽ സഞ്ചരിക്കുന്നവന് മാത്രമേ അതിൽ നിന്ന് മാറുമ്പോൾ ഒരു കുറ്റബോധം വരത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആ കുറ്റബോധം ഉണ്ടെങ്കിൽ, പാപബോധം വരുന്നുണ്ടെങ്കിൽ നല്ലതാണ്.
അവൻ എത്രയും പെട്ടെന്ന് ക്രമീകരിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ്റെത് ആവശ്യമാണ്. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചതേ. പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും താക്കോൽ വാക്യമാണ്. ഈ സങ്കീർത്തനം എഴുതുവാനുള്ള സാഹചര്യമാണ് പറയുന്നത്. ഈ പാപത്തിൻ്റെ ഭാരം കൊണ്ട് നടക്കുക, ആ നിത്യമായ ഞരക്കത്തിൻ്റെ ക്ഷീണം അനുഭവിച്ച് ഈ ഭാരമെല്ലാം ചുമന്ന് നടന്ന മനുഷ്യൻ അവസാനം ഒരു കാര്യം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇന്ന് പകൽക്കാലം ആ പാപഭാരത്തിൽ നിന്ന് മോചിതനായ ദാവീദ് പറയുകയാണ്, എൻ്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം നിന്നോട് മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആമീൻ. ഹൃദയത്തിൽ നിന്ന് ആഴമായ ഹൃദയനുറക്കത്തോടെ ദൈവസന്നിധിയിൽ നാം ഏറ്റുപറയുന്ന നമ്മുടെ പാപ അല്ലെങ്കിൽ ക്ഷമയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ യാചന ഒരിക്കലും കർത്താവ് നിരസിക്കത്തില്ല. ഒരിക്കലും കർത്താവ് നിരസിക്കത്തില്ല. ഒരിക്കലും ഒരു പാസ്റ്റർ പറഞ്ഞൊരു ഫ്രൈസ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. കർത്താവിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലെന്ന് പറയാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാത്തൊരു പാപമില്ല. പലപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ക്രിസ്തീയ വിശ്വാസം എന്താണ്? എന്ത് തെറ്റ് ചെയ്താലും അങ്ങ് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും? അങ്ങനെയല്ല. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ, യഥാർത്ഥമായ തകർന്ന ഹൃദയത്തോടു കൂടി, നുറുങ്ങ് ഹൃദയത്തോടു കൂടിയുള്ള നിലവിളിയാണെങ്കിൽ അവൻ നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചതിന് വേണ്ടി തീരും. അവൻ എന്തുവാ വേണ്ടത്? എൻ്റെ അകൃത്യം മറച്ചതും, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. അപ്പോൾ പാപക്ഷമ ലഭിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ അകൃത്യവും നമുക്കൊരു ബോധ്യം വേണം. അകൃത്യത്തെ മറയ്ക്കാതെ, കർത്താവേ അതെൻ്റെ തെറ്റാ, ഞാൻ വീണുപോയി, പക്ഷേ അങ്ങയുടെ രക്തം എന്നെ ശുദ്ധമാക്കണമേ. ആ അകൃത്യം മറയ്ക്കാത്തൊരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും ഓർക്കുന്നു, എനിക്കറിയാവുന്ന 2 ഫാമിലി ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ലൈവ് പോകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പോൾ ഇതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥനെ കൊണ്ടുവന്നു. ഈ 2 ഫാമിലി ഇരിക്കുകയാണ്, അവിടെ 2 ആൾക്കാരിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവമക്കളാണല്ലോ, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഇത് എല്ലായിടത്തും ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം, അതുകൊണ്ട് ഇതിനൊരു പരിഹാരമാണ്. ഇന്ന് നമ്മൾ തെറ്റ് ഏറ്റു പറഞ്ഞ് 2 കൂട്ടരും, നിങ്ങളുടെ 2 കയ്യിലും മിസ്റ്റേക്ക് ഉണ്ട്, അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ അന്യോന്യ സ്നേഹചുംബനം കൊടുത്ത് പിരിഞ്ഞ് ഇന്ന് സന്തോഷത്തോടെ ഇന്ന് സ്വർഗം സന്തോഷിക്കണം ഇത് കണ്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1ാമത്തെ കുടുംബത്തിൻ്റെ അവസരം കൊടുത്തു. അപ്പം അപ്പോളജി പറയാനുള്ള അവസരമാണ്. ദൈവം വന്നിരുന്ന് ക്ഷമാപണം പറയുകയാണ്. പക്ഷേ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ക്ഷമാപണമല്ല പറയുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാര്യം അവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ്. അത് മറ്റേ ആളെ കുറ്റപ്പെടുത്തുന്ന സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞ് അവസാനം വീണ്ടും ഇത് പരിഹരിക്കാൻ കഴിയാതെ ഇത് വീണ്ടും വഷളാവുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വാക്യത്തിൽ വായിച്ചത് എന്തുകൊണ്ടാണ് ദാവീദിന് പാപക്ഷമ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ഇന്ന് കാലം പാപക്ഷമ പ്രാപിക്കണമെങ്കിൽ, ജീവിതത്തിൽ ആ നിഷ്കളങ്ക മനസാക്ഷി കർത്താവിനോട് വീണ്ടും യാചിക്കണമെങ്കിൽ, കർത്താവെ ആ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തിരികെ തരണമെന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആദ്യം നമുക്ക് നമ്മുടെ അകൃത്യം മറച്ചു വെക്കാതെ അകൃത്യം നിന്നോട് അറിയിക്കണം. ആ കർത്താവിനോട് അറിയിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആമീൻ. തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാരം നമുക്കറിയാം, ആ സംഭവമൊക്കെ അറിയാം. ആമീൻ. ഊരിയാവിനും ബഷീബയോടും ചെയ്ത ആ വലിയ ഭാരം, തനിക്ക് അധികാരമുണ്ട്, തനിക്ക് സ്വാധീനമുണ്ട്, ആരും എതിർക്കുന്നില്ലെങ്കിലും തൻ്റെ ഉള്ളിലെ മാനസിക സംഘർഷം, ദൈവമായിട്ട് വീണ്ടും തനിക്ക് പ്രാർത്ഥിക്കുവാനോ ദൈവമായിട്ട് ആലോചന ചോദിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം, എന്നാൽ അതിൽ നിന്ന് തനിക്കിപ്പോൾ ഒരു ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ, 6ാമത്തെ വാക്യം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ആമേൻ. അടുത്ത വാക്യം. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. ആമേൻ. മതി. ആമേൻ. ദാവീദ് പറയുകയാണ്, തൻ്റെ അനുഭവം പറയുകയാണ്. ഇത്രയും വലിയ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവം എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പറയുകയാണ്, ഇനി ഓരോ ഭക്തനും ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. കണ്ടെത്താവുന്ന കാലത്ത് എന്ത്? പാപക്ഷമ കണ്ടെത്താവുന്ന കാലം. ആമേൻ. പ്രിയമുള്ള ദൈവത്തിൻ്റെ എല്ലാ കാലത്തും
നമുക്ക് പാപക്ഷമയില്ല. ഇതിനൊരു കാലമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പാപക്ഷമ കണ്ടെത്താവുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് ആ പാപക്ഷമ പ്രാപിക്കും. അല്ലെങ്കിൽ പിന്നെ വായിക്കുന്നത്, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. പെരുവെള്ളം എന്ന് പറയുന്നത് ന്യായവിധിയാണ്. ദൈവസന്നിധിയിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെരുവെള്ളം പിന്നെ കടന്നു വന്നാൽ അവൻ്റെ അടുക്കലുള്ള ഉറപ്പത്തിൽ, കാരണം ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോൾ നാം പുതിയ മനുഷ്യരായി മാറുകയാണ്. അതുകൊണ്ട് കണ്ടെത്താവുന്ന കാലത്ത് ന്യായവിധിക്ക് മുമ്പ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ കൈകളെ, നമ്മുടെ അങ്കികളെ ശുദ്ധീകരിച്ച വ്യക്തികളാണെങ്കിൽ പെരുവെള്ളം, ന്യായവിധിയുടെ പെരുവെള്ളം അത് നമ്മുടെ അടുക്കലോളം എത്തുകയില്ല. വീണ്ടും ബാക്കി 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ആമേൻ. അവിടെ വീണ്ടും ദാവീദ് പറയുകയാണ്, നീ എൻ്റെ മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം നീ എന്നെ ചുറ്റും. തനിക്ക് നഷ്ടപ്പെട്ട സന്തോഷമെന്ന് പറയുന്നത് രക്ഷയുടെ സന്തോഷമായിരുന്നു. ഒരു രാജാവെന്ന നിലയിൽ തനിക്ക് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും തനിക്ക് തേടിപ്പോകാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, രക്ഷയുടെ സന്തോഷം. രക്ഷയുടെ ഇന്ന് പാലക്കാലം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ തകർന്ന അവസ്ഥയ്ക്കകത്തും പുഞ്ചിരിയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? അവരുടെ ഉള്ളിലൊരു ഹോപ്പുണ്ട്. അവർക്കൊരു ആശ്രയമുണ്ട്. എന്തൊക്കെ തകർന്നു പോയാലും എനിക്കൊരു നിത്യതയുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും ഈ വെസ്റ്റേൺ സൊസൈറ്റിയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ചെറിയ പിള്ളേർ, ഒരു 10-20 വയസ്സൊക്കെയുള്ള പിള്ളേരൊക്കെ, എല്ലാ സൗകര്യങ്ങളുള്ള പിള്ളേർ, ജീവിതം വളരെ ദുഷ്കരമാണ്, ബോറിങ്ങാണ്, ജീവിതം അവസാനിപ്പിക്കാൻ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പല കംപ്ലയിൻ്റൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എല്ലാ സൗകര്യവും കിട്ടിയതിൻ്റെ അതുകൊണ്ടാണ്, കഷ്ടപ്പാട് അറിയാത്തതാണ്. സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതം ഒന്ന് ആഴമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്നുമല്ല. ദൈവത്തിലുള്ള ആശ്രയമില്ലെങ്കിൽ മനുഷ്യനെ പിന്നെ ആശ്രയിക്കാൻ കഴിയുന്ന പണം, ആരോഗ്യം, സുഹൃത്ത് ബലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെന്ന് പിന്നെ നഷ്ടപ്പെടുന്നോ അവൻ്റെ സന്തോഷം തീരും, അവൻ്റെ സമാധാനം തീരും. അവന് പിന്നെ ആശ്രയിക്കുവാൻ, പിടിക്കുവാൻ ഒന്നുമില്ല. ഇവിടെ പറയുകയാണ്, നീ എൻ്റെ മറവിടമാകുന്നു. രാജാവ് പറയുകയാണ്, സൈന്യമല്ല എൻ്റെ മറവിടം, എൻ്റെ സുഹൃത്തുക്കളല്ല, നീ എൻ്റെ മറവിടമാണ്. ആമേൻ. രക്ഷയുടെ ഉല്ലാസഘോഷം നീ എന്നെ ചുറ്റിക്കൊള്ളും. ആമീൻ. എൻ്റെ ഉള്ളത്തിൽ രക്ഷയുടെ ഉല്ലാസഘോഷം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നീ എന്നെ ചുറ്റും. ബാക്കി എന്തൊക്കെയുണ്ടെങ്കിലും ഈ രക്ഷയുടെ ഉല്ലാസഘോഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹൃദയത്തിലൊരു ശൂന്യതയായിരിക്കും. നമുക്കറിയാം, നല്ലൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്, നല്ലൊരു ആഹാരം കഴിക്കുവാണെങ്കിൽ സന്തോഷമാണ്, നമ്മുടെ സുഹൃത്തുക്കളോട്ടൊക്കെ പല മണിക്കൂർ ചിലവിട്ട് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്നാൽ അതൊക്കെ നേടിയാലും രക്ഷയുടെ ഒരു സന്തോഷം നമ്മുടെ ഉള്ളത്തിലില്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ശൂന്യത ഫീൽ ചെയ്യും, എപ്പോഴും ഒരു ഹൃദയത്തിലൊരു വാക്യൂം. എന്തൊക്കെയോ എവിടേക്കോ നിറയപ്പെടാത്തൊരു അനുഭവം. ഇവിടെ ദാവീദ് പറയുകയാണ്, എനിക്ക് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. രാജാവെന്ന നിലയിൽ ഈ ഇസ്രായേൽ രാജ്യത്ത് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടും. അപ്പോഴും എൻ്റെ ഉള്ളത്തിൽ രക്ഷയുടെ സന്തോഷം അതുമാത്രമില്ലായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോൾ, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് പാപക്ഷമയ്ക്കായി എന്നോട് ഞാൻ കർത്താവിനോട് യാചിച്ചപ്പോൾ ആ രക്ഷയുടെ സന്തോഷം അവനെനിക്ക് തിരികെ തന്നു. രക്ഷയുടെ ഉല്ലാസഘോഷം അതിനാൽ അവൻ എന്നെ ചുറ്റുവാനിടയെ തീർന്നു. ഇന്ന് പലക്കാലം ആ രക്ഷയുടെ സന്തോഷം എല്ലാവരും പ്രാപിക്കണം, എല്ലാവരും ഉറപ്പുവരുത്തണം. ജീവിതത്തിൽ കുറവുകൾ കഴിയും, കുറ്റങ്ങൾ വന്നു പോകും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇവിടെ ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. അപ്പോൾ എൻ്റെ ലംഘനം അല്ലെങ്കിൽ എൻ്റെ അകൃത്യത്തെ കർത്താവ് ക്ഷമിച്ചു തന്നു. ദൈവയുടെ രക്ഷയുടെ ഉല്ലാസഘോഷം എൻ്റെ മേൽ ചുറ്റുവാനിടയെ തീർന്നു. അടുത്ത വാക്യത്തിലോട്ട് നമുക്ക് കയറാം. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ. അതുവരെ ഉണ്ടായിരുന്ന അനുഭവത്തിന് ശേഷം ഭയങ്കര ഒരു വ്യത്യാസമാണ്. 8-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ പ്രവചനാത്മാവിൽ ദൈവം സംസാരിക്കുകയാണ്. അതുവരെ ദാവീദ് തൻ്റെ അനുഭവമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 8-ാം വാക്യം വരുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് വഴി കാണിച്ചു തരാം. എപ്പോഴും എനിക്ക് വളരെ സന്തോഷം തരുന്ന, അല്ലെങ്കിൽ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ ടോക്കിലൊക്കെ വരുന്നൊരു വാക്യമാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് പറഞ്ഞു തരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിവില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുവാൻ നല്ലൊരു അല്ലെങ്കിൽ
അറിയാത്ത മേഖല നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മെൻറ്ററെ കിട്ടിയേ കൊള്ളാമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇന്ന കാര്യം ആരോടാണ് ചോദിക്കുന്നത്? ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം. ആരോടാ പറയുന്നറിയാവോ? പാപഭാരത്തിൽ കിടന്നൊരു മനുഷ്യൻ, അകൃത്യത്തിൽ പല പാപത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചൊരു മനുഷ്യൻ. എന്നാൽ അവൻ പാപക്ഷമ പ്രാപിച്ച് അവൻ്റെ കൈകളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ, ഹൃദയത്തെ ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തും. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ നടത്തും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഓരോ ചുവടുവയ്പ്പിലും ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. നമുക്കറിയാം, ഇന്ന് നമുക്കൊരു വഴി പോകണമെങ്കിൽ, ഒരു ഡെസ്റ്റിനേഷൻ പോകണമെങ്കിൽ നമുക്കൊക്കെ ഗൂഗിൾ മാപ്പും നാവിഗേഷനും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കയറി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ സ്ഥലത്ത് നമ്മൾ എത്തിക്കും. പണ്ടൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പം, അറിയാത്ത സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള ചായക്കടയിൽ നിർത്തി ചോദിക്കും, ഇന്ന സ്ഥലത്തോട്ടുള്ള വഴി ഏതാ? അവർ പറയും 3 വളവ് കഴിയുമ്പോൾ തിരിവ്, പിന്നെ ഒരു കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, ഇത് കഴിയുമ്പോൾ 3ാമത്തെ ടേൺ എടുക്കണം. ഇതൊക്കെ കേട്ട് മുന്നോട്ട് പോകുമ്പോഴും പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു, 3ാമത്തെ ആയിരുന്നു 4ാമത്തെ ആയിരുന്നു, ഇവർ പറഞ്ഞ കയറ്റം ഇതാണോ? ഇത്രയും വലിയ കയറ്റമാണ്, ഇതൊരു കയറ്റം തന്നെയാണോ? ഇതാണോ ഉദ്ദേശിച്ചത്? പല സംശയങ്ങളാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അങ്ങനെയല്ല, കറക്റ്റ് കൃത്യമായിട്ട് പറയും. ഒരു 300 യാർഡ് കഴിയുമ്പോൾ ഇനി ഒരു ടേൺ ഉണ്ട്, 200, 100 ഉടനെ തിരിയുക. ഇനി അഥവാ നമ്മൾ തെറ്റിപ്പോയാൽ പോലും റീറൂട്ട് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമുക്ക് വേണ്ടുന്നതായ ആലോചന തക്ക സമയത്ത് ദൈവം നൽകി തരുവാനിടയിൽ തീരും. അതിനെന്ത് വേണം? നിഷ്കളങ്കമായൊരു ഹൃദയം. തെറ്റ് പറ്റിയെങ്കിൽ അതിന് ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചൊരു ഹൃദയമുണ്ടെങ്കിൽ അവൻ വ്യക്തമായ ആലോചന നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുവാനിടയിൽ തീരും. ഈ രാജ്യത്ത് ആദ്യമായിട്ടൊക്കെ വരുന്നത് പലപ്പോഴും പല അഡ്വൈസിന് വേണ്ടി ഓടാറുണ്ട്. ഇവിടെ പറയുകയാണ്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം ഞാനും കസിയും കൂടെ ഇവിടെ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് പല ഭാവി കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പല ചിന്തിക്കുകയാണ്. പല കാര്യം ഞാൻ പറയുകയാണ്, ഇന്ന കാര്യം അത് നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ കാര്യത്തിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പലരും ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്കിപ്പോഴേ ഒരു ഓപ്ഷനൊന്നുമില്ല. ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കസി ഇങ്ങനെ പറയുകയാണ്, ഭയങ്കര വിശ്വാസത്തോടെ അങ്ങ് പറയുകയാണ്, ദൈവം അതെല്ലാം നോക്കും. ഞങ്ങൾ കാറിൽ സിറ്റി സെൻറ്ററിനോട്ടാണ് തോന്നുന്നു പോയിക്കൊണ്ടിരിക്കണം. പറയുകയാണ്, ഇപ്പോൾ ഈ കാറിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ. സിറ്റി സെൻറ്റർ വരെയുള്ള വഴിയിൽ ഈ ലൈറ്റ് ഇല്ലല്ലോ. പക്ഷേ നമുക്ക് അവിടെ എത്തും, ഓരോ വളവ് കഴിയുമ്പോഴും മുന്നിൽ കാണുവാനുള്ളത് അപ്പം വണ്ടി കാണിച്ചു തരും, അപ്പം വെട്ടമുണ്ട്, ആ വെട്ടത്തിലങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചുവടിലും ദൈവത്തിൻ്റെ ആലോചന കൃത്യസമയത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് നാളെപ്പറ്റി നാം ഭാരപ്പെടേണ്ട കാര്യമില്ല, നാളെപ്പറ്റി ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ആശ്രയം കർത്താവിലാണ്, സമ്പത്തിലല്ല. നമ്മുടെ ആശ്രയം ആരോഗ്യത്തിലല്ലേ, നമ്മുടെ സുഹൃത്ത് ബലത്തിലല്ല, കർത്താവിലാണെങ്കിൽ ഓരോ ചുവടിലും അവൻ നമുക്ക് വേണ്ടുന്ന ആലോചന നൽകി തരും. ദൃഷ്ടി വെച്ച് അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരും. പലപ്പോഴും സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ നാട്ടിൽ നമ്മൾ പറയുകയാണ്, ടീച്ചറെ ഇവനെ ഒന്ന് പ്രത്യേകം എടുത്ത് നോക്കിക്കോണേ. സാധാരണ പിള്ളേരെ പോലെ ലിച്ച് അതിന് പ്രത്യേകം എടുത്ത് നോക്കണം. ഇവിടെ സംഗീതകാരൻ പറയുകയാണ്, ദൃഷ്ടി വെച്ച്. കർത്താവിൻ്റെ നോട്ടം നമ്മുടെ മേലുണ്ട്, നമ്മുടെ കുടുംബത്തിന് മേലുണ്ട്, നമ്മുടെ കുഞ്ഞിന് മേലുണ്ട്, അവരുടെ ഓരോ ചലനത്തിലുമുണ്ട്. വീണ്ടുതായിരിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ തക്ക സമയത്ത് അവൻ നൽകി തരുവാനിടയായി തീരും. അടുത്ത വാക്യം കൂടെ വായിക്കാം, 9ാമത്തെ വാക്യം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർക്കഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണം മുഖപ്പട്ടയം കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടുന്ന ആലോചന നൽകി തരും, കൃത്യമായ നിർദ്ദേശങ്ങൾ സമയാസമയം നൽകി തരും. എന്നിട്ട് പിന്നെ പറയുകയാണ്, എന്നാൽ നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കെഴുതയും പോലെ ആകരുത്. ആലോചന നൽകി തരുമ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കണം? 2 മൃഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, 2 സ്റ്റബേൺ ആനിമൽസാണ്. കുതിര നമുക്കറിയാം, കുതിരയോട് പറയുകയാണ്, മിസ്റ്റർ കുതിര, നിങ്ങൾ ഇന്ന വ്യക്തിയെ കൊണ്ടൊരു 30 മൈൽ സ്പീഡിൽ പോയിട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേൾക്കത്തില്ല. നല്ല ബഹുമാനത്തോടല്ല എന്നോട് പറഞ്ഞ്, എന്നാൽ പോയേക്കാന്നല്ല, അതിനെ മെരുക്കി അതിൻ്റെ കടിഞ്ഞാണൊക്കെ ഇട്ട് അതിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോവുകയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, വനത്തിൽ പറയുകയാണ്, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും, വ്യക്തമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും, പക്ഷേ അത് ഹൃദയത്തിൽ നിന്ന് അനുസരിക്കുവാനിടയെ തീരണം. ഒരു കുതിരയെ കടിഞ്ഞാണിട്ടുകൊണ്ട് പോകുന്ന പോലെയല്ല നമ്മളെ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിൽഫുള്ളി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ അതനുസരിക്കുവാനിടയെ തീരണം. നമുക്കറിയാം, കുതിരയെ കടിഞ്ഞാണിട്ടുകൊണ്ട് പോകുന്ന പോലെയാണ് യോനാ പ്രവാചകനെ ദൈവം ആ നിനവിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കപ്പലിൽ നിന്ന് കടലിലോട്ട് വീഴുവാനിടയെ തീർന്നു. അവിടെ നിന്ന് തിമിംഗലത്തിൻ്റെ വയറ്റിൽ പോകുന്നു. അവിടെ കിടന്ന യോനാ പ്രവാചകൻ നിലവിളിക്കുന്നുണ്ട്, കർത്താവേ, ഈ ദൈവമേ, ഈ കടൽ പുല്ല് എനിക്ക് തലപ്പാവിയായി തീർന്നിരിക്കുന്നു, ഞാനിതിൻ്റെ ഭൂമിയുടെ അന്തരംഗത്തിൽ നിന്ന് അയ്യം വിളിക്കുന്നു,
ഈ നിലവിളിച്ചുകൊണ്ട് അവസാനം നിലവിളിയും കരച്ചിലുമായിട്ടാണ് നിലവിലെത്തുന്നത്. അതാണ് പറയുന്നത്, കോവർ കരുതയും കുതിരയും പോലെ കടിഞ്ഞാണിട്ടുകൊണ്ടല്ല നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കേണ്ടത്, ഹൃദയത്തിൽ നിന്ന് കേൾക്കുന്ന ആ ആലോചനയെ അപ്രകാരം അനുസരിക്കുവാൻ ഇടയായിത്തീരണം. അടുത്ത 10ഉം 11ഉം വാക്യം, ലാസ്റ്റ് 2 വാക്യങ്ങൾ വായിക്കാം നമുക്ക്. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. ആമീൻ. തൻ്റെ ജീവിതത്തിൻ്റെ ഈ വലിയ അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പാപക്ഷമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അകൃത്യഭാരം ചുമന്ന് നടന്ന ഞാൻ, അകൃത്യത്തിൻ്റെ വലിയ ഭീമന്മാരെ ആ ഭാരം ചുമന്ന് നടന്ന ഞാൻ, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങി വന്നു. എൻ്റെ പാപത്തിൻ്റെ കുറ്റം കർത്താവ് ഇളച്ചു തന്നു. ആമീൻ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തന്നു. ഏറ്റവും അവസാനം പറയുകയാണ്, ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നതിനെയോ ദയ ചുറ്റിക്കൊള്ളും. ആമീൻ. ദുഷ്ടന് വളരെ വേദനയുണ്ട്, ഞാൻ പറഞ്ഞല്ലേ. ആമീൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആശ്രയിക്കാത്തൊരു വ്യക്തി, അവൻ്റെ ജീവിതത്തിലെ വേദന കടന്നു പോകണമെങ്കിൽ അവൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് അത് ചിലവാക്കിയേ കഴിയത്തുള്ളൂ. അവൻ്റെ ധനം, അവൻ്റെ സ്വാധീനം, ഇതുകൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വേദനകൾ എന്നും വേദനയായി നിൽക്കും. ആമീൻ. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവനെയോ അവൻ്റെ ദൈവ ചുറ്റിക്കൊള്ളും. ആമീൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പാസ്റ്റല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആമീൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പാസ്റ്റ് എത്രമാത്രം കറപിടിച്ച തുണിയായിക്കൊള്ളട്ടെ, ദൈവത്തെ ആശ്രയിക്കുവാൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച ഒരു ജീവിതവുമായി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഇതേക്ക് 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലണ്ടനിൽ ഒരു കപ്പിത്താൻ്റെ മകനായിട്ട് ഒരു മനുഷ്യൻ ജനിച്ചു. ജോൺ എന്നാണ് പേര്, ജോൺ ന്യൂട്ടൺ. ഈ മനുഷ്യൻ അപ്പൻ്റെ കൂടെ കപ്പലിൽ പല ഏറികൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൻ്റെ അതേ തൊഴിൽ തന്നെ ചെയ്തു. ശക്തമായ കാറ്റും കൊടുങ്കാറ്റും തിരമാലയുമുള്ള ഈ സമുദ്രത്തിൽ കൂടെ താൻ ഒരുപാട് പ്രാവശ്യം സഞ്ചരിച്ചു. അപ്പൻ്റെ അതേ കഴിവുകളൊക്കെ തനിക്കും കിട്ടി. തൻ്റെ 25ാമത്തെ വയസ്സിൽ താനും ഒരു ക്യാപ്റ്റനായി മാറി. തൻ്റെ ചെറിയ പ്രായം 25 വയസ്സേ ഉള്ളൂ. നല്ല മിടുക്കനായ, ഈ സമുദ്രത്തെ പറ്റിയുള്ള നല്ല അറിവും ജ്ഞാനവുമുള്ളൊരു ക്യാപ്റ്റൻ. ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പ്രത്യേക ദൈവിക വിശ്വാസമോ അല്ലെങ്കിൽ ദൈവിക ബോധമോ ഒന്നുമില്ലാത്ത മനുഷ്യനാണ്. അതുപോലെ നമുക്കറിയാം, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പലിൽ അല്ലെങ്കിൽ യാത്ര ചെയ്ത സഞ്ചാരികൾ, നാവികരൊക്കെയും ഭയങ്കര റഫാണ്. അവരുടെ ജീവിതം കാരണം ഈ കാറ്റിനോടും തിരമാലയോടും ഒക്കെ മല്ല് പിടിച്ച് അവരുടെ ജീവിതത്തിൽ കരുണയോ അവരുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള വികാരങ്ങളൊന്നുമില്ല. ഭയങ്കര റഫായ മനുഷ്യനാണ് ഈ ജോൺ ന്യൂട്ടൺ. തൻ്റെ 25ാമത്തെ വയസ്സിൽ താൻ കപ്പിത്താനായി. താൻ പുതുതായൊരു വ്യാപാര ഉടമ്പടി എടുത്തു. താൻ ആഫ്രിക്കയിൽ പോയി നിന്ന് കേട്ടിട്ടുള്ള ഏറ്റവും അല്ലെങ്കിൽ പൈശാചികമായ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ ആഫ്രിക്കൻ അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി അമേരിക്കയിൽ കൊണ്ട് വിൽക്കുന്ന ഒരു കപ്പലിൻ്റെ കപ്പിത്താനായി ഇദ്ദേഹം മാറി. തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് പ്രാവശ്യം ഇതുപോലെ അടിമകളെ വഹിച്ചുകൊണ്ട് താൻ കൊണ്ടുപോയിട്ടുണ്ട്. വളരെ മനുഷ്യത്വരഹിതമായി പലരെയും ഉപദ്രവിക്കുകയും അവരുടെ കണ്ണുനീരിൻ്റെ വില കൊടുക്കാതെ, അല്ലെങ്കിൽ പല വ്യക്തികളും ഈ യാത്രയിൽ തന്നെ മരിച്ചു പോകും. അതൊന്നും കണ്ടാലും അതൊക്കെ എത്ര മാത്രം കണ്ടാലും തൻ്റെ ഹൃദയത്തെ അതൊന്നും ചലിപ്പിക്കത്തില്ല. കാരണം തൻ്റെ ഉള്ളിൽ താൻ ഇതൊക്കെ ശരിയാണ് ചെയ്യുന്നൊരു ചിന്തയുമായി താൻ മുന്നോട്ട് പോയി. എന്നാൽ ഒരിക്കൽ അമേരിക്കൻ തുറമുഖത്ത് അടുക്കുന്നതിന് മുമ്പ് ശക്തമായൊരു കൊടുങ്കാറ്റും ശക്തമായ തിരമാലയും തൻ്റെ കപ്പലിൽ നേരെ ആഞ്ഞടിച്ചു. ജോൺ ന്യൂട്ടന് മനസ്സിലായി, ഇത് ഞാൻ ഇതുവരെ കണ്ട പോലെയുള്ളൊരു തിരമാലയല്ല, ഇതുവരെ ഞാൻ മുൻപ് കണ്ടിട്ടുള്ള പോലെ കടൽക്ഷോഭമല്ല ഇത്. ഇതിന് മുമ്പാകെ പിടിച്ചു നിൽക്കുവാൻ എൻ്റെ കപ്പലിന് പറ്റത്തില്ല. ഏകദേശം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ്. തൻ്റെ കൂടെയുള്ളവരൊക്കെ പരിഭ്രാന്തരായി ഏകദേശം മരണം മുന്നിൽ കണ്ടപ്പോൾ തൻ്റെ ഉള്ളിൽ അന്ന് വരെ ഇല്ലാത്തൊരു ഭയം തൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ ജീവിതം ഇവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ ഇത്രമാത്രം പാപത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രമാത്രം ക്രൂരത പ്രവർത്തിച്ച് ഞാൻ, ഒരുപാട് കണ്ണുനീരിന് കാരണമായ ഞാൻ, ഒരുപാട് രക്തം ചിന്തുവാൻ കാരണമായ ഞാൻ, എൻ്റെ മരണശേഷം ഞാൻ എവിടെയായിരിക്കും? നിത്യതയുണ്ടോ? നിത്യതയുണ്ടെങ്കിൽ ഞാൻ എവിടെയായിരിക്കും നിത്യത ചെലവഴിക്കുന്നത്? താൻ അവിടെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ മറ്റ് പലരും ചെയ്യുവാൻ അറയ്ക്കുന്ന, മടിക്കുന്ന, കഠിനമായ ക്രൂരമായ പല പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ക്ഷമ ചോദിക്കുകയാണ്. എനിക്കൊരു ജീവിതം നൽകി തന്നു കഴിഞ്ഞാൽ ഇതുവരെ ജീവിച്ച ഒരു ജോൺ ന്യൂട്ടൻ ആയിരിക്കത്തില്ല, പുതിയൊരു വ്യക്തിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ നിനക്ക് കഴിയുമോ? ഈ പ്രാർത്ഥന ദൈവം കേൾക്കുവാനായിട്ട് തീർന്നു. ചരിത്രം പറയുന്നത് ഇവർ കപ്പലിൽ സുരക്ഷിതമായ തുറമുഖത്ത് എത്തിച്ചേർന്നു. ഈ മനുഷ്യൻ അതുവരെ സഞ്ചരിച്ച പാതയിൽ നിന്ന് നേരെ വിഭിന്നമായി മറ്റെല്ലാവർക്കും അത്ഭുതം വരുന്ന രീതിയിൽ
അവൻ പുതിയൊരു മനുഷ്യനായി രൂപാന്തരപ്പെടുവാനിടയെ തീർന്നു. താൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനെതിരെ പ്രവർത്തിക്കുവാനിടയെ തീർന്നു. ആമീൻ. ഈ ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യരെ കൊണ്ടുവരുന്ന ഈ സംഭവം അല്ലെങ്കിൽ ഈ ട്രേഡിനെതിരെ അതേ ശബ്ദിക്കുവാൻ, അതിനെതിരെ പ്രസംഗിക്കാൻ തുടങ്ങി. ആമീൻ. ചരിത്രം പറയുന്ന ഇദ്ദേഹം ഒരു ക്രിസ്തുവിശ്വാസിയായി മാറി. ഇവിടുത്തെ ആംഗ്ലിക്കൻ ചർച്ചിലെ ഒരു പ്രീസ്റ്റായിട്ട് സേവനമനുഷ്ഠിച്ചു. ഒരുപാട് നല്ല പാട്ടുകൾ എഴുതി. നമ്മൾ പാടുന്ന അമേസിംഗ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദ സൗണ്ട് എന്ന് പറയുന്ന പ്രശസ്തമായ ഗാനം താൻ എഴുതിയതാണ്. തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പാപത്തിൻ്റെ കളങ്കം, ഇത്രമാത്രം പാപഭാരം ചുമന്ന ഈ വ്യക്തി പറയുകയാണ്, എന്നെയും രക്ഷിച്ച ആ ദൈവത്തിൻ്റെ ഒരു കൃപ. ആമേൻ. ആമേൻ. ഇത്രമാത്രം പാപത്തിൻ്റെ അഴുക്കുചാലിൽ കിടന്നുപോയ എന്നെയും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ കൃപ. ഇതുപോലെ കാലം കർത്താവിന് ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു തെറ്റും ഒരു പാപവും നമ്മുടെ ജീവിതത്തിലില്ല. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അങ്ങനെയെങ്കിൽ ഇതുപോലെ കാലം പാപഭാരവുമായി കുറ്റബോധവുമായി നീറുന്ന മനസ്സുമായി ജീവിക്കേണ്ട കാര്യം നമുക്കില്ല. ഇതുപോലെ കാലം കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന വിഷയത്തിൽ കർത്താവ് കുറവ് വന്നു പോയി, ഇന്ന വിഷയത്തിൽ ലംഘനം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് നിഷ്കളങ്കമായ ഒരു ഹൃദയം എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ ആ സന്തോഷം അതെനിക്ക് ഒന്നുകൂടെ അനുഭവിക്കുവാൻ കർത്താവേ അങ്ങനെ സഹായിക്കണമെന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ ദാവീദ് പറഞ്ഞ പോലെ അവൻ നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തരും. ഇവിടെ ആലയത്തിൽ നമുക്ക് നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി ആമേൻ ദൈവത്തിന് മുമ്പാകെ പ്രാഗൽഭ്യത്തോടുകൂടി നിൽക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പോലെ കാലം ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുകരിക്കുമാറാകട്ടെ.